വീട്ടിലെ എങ്ങനെയാ ജോബിന്റെ ആഹാര രീതി അല്ല ഇന്ന നിർബന്ധമുണ്ടോ? ആര്യയുടെ പാചകവും കണ്ണൂരുകാരിയുടെ പാചകവും തിരുവനന്തപുരം ചങ്ങനാശ്ശേരിക്കാരന്റെ പാചകവും എല്ലാം കൂടെ ആകുമ്പത്തേന് രണ്ടുപേരും ഒരു ശബ്ദത്തിൽ പറയും. ഇപ്പൊ എന്റെ കാര്യം അത് ശരിയാണ്. അല്ല, ഭയങ്കര സ്പെസിഫിക് ആണ് ഈ ഭക്ഷണ കാര്യത്തില്. ഇപ്പൊ നമ്മള് എന്തും കഴിക്കും അങ്ങനെയില്ല. ഇപ്പം കൊഞ്ചാണെങ്കിൽ തന്നെ കൊഞ്ച് വറുത്തത് മാത്രമേ കഴിക്കുള്ളൂ. കറി ഐറ്റംസിനോട് വലിയ, അതായത് പെരട്ട്, തിക്കായിട്ടുള്ള ഗ്രേവീസ്, പിന്നെ എല്ലാം മെഴുക്ക് വരട്ടികൾ, എല്ലാം കുറച്ച് ഡ്രൈ ഐറ്റംസിനോടാണ് താല്പര്യം. ഒത്തിരി വിഭവങ്ങളൊക്കെ വേണം അങ്ങനെയൊന്നുമില്ല, ഉള്ളത് കുറച്ചായാലും മതി, പക്ഷെ നല്ല രുചിയായിട്ട് വേണം, അത്രേ ഉള്ളൂ. കണ്ണൂരുകാരിയുടെ ഏറ്റവും നല്ല അല്ലല്ല, എൻ്റെ അല്ല, അവിടെ അമ്മ ഭയങ്കര കുക്കാണ്, നല്ല രുചി. അമ്മ ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ ഫിഷൊക്കെ എല്ലാം നല്ലതാ. ആതിര വെച്ചെന്ന് ഏതാ നല്ല സ്പെഷ്യൽ? പിന്നെ ഞാൻ ഒത്തിരി അങ്ങനെ ഒരു അവസരം എനിക്കും കിട്ടാറില്ല. എനിക്ക് ദാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കറി. ചപ്പാത്തിക്ക് ഞങ്ങള് ബാംഗ്ലൂരൊക്കെ താമസിച്ച സമയത്തൊക്കെ സ്പെഷ്യൽ ദാൽ കറി ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ ഇഷ്ടം. അപ്പൊ രുചിക്കാരനാണ് ചുരുക്കം. അതായത് ആതിരയ്ക്ക് വേറെ തട്ടിപ്പ് വിദ്യകളൊന്നും നടക്കില്ല, ഉള്ളത് രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. രക്ഷയില്ല മോളെ. ആതിരയ്ക്ക് പഴയ ആൾക്കാരില്ലേ പാടുന്നവരല്ലെങ്കിൽ മ്യൂസിക് ആയാലും ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിംഗേഴ്സ് പറയുകയാണെങ്കിൽ ജാനകിയമ്മ. അമ്മയുടെ ഒരു പാട്ട് പാടുക മോളെ. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഇതൊക്കെ നമ്മൾ ശരിക്കും ആസ്വദിക്കുക. നമ്മള് ചുറ്റുവട്ടം മറന്നുപോകും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന്. അവരങ്ങനെ ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം. റഹ്മാൻ സാറിന് ഏറ്റവും ഇഷ്ടം ജോബിന് ഏതാ? മെലഡി ഇങ്ങനെ ചൂസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇവരുടെ ഒക്കെ പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ കിടക്കും. അതിനകത്ത് നിന്ന് തപ്പി പെറുക്കണം നമ്മളൊക്കെ. മോളുടെ വീട്ടിലെല്ലാരും പാട്ട് പാടുക അതോ കുഞ്ഞുനാളും മുതൽ മോള് മാത്രമേ പഠിച്ചു? പാട്ട് സത്യം പറഞ്ഞാൽ അച്ഛനമ്മയൊക്കെ അത്യാവശ്യം പാടും. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ആൻറ്റി അങ്കിളൊക്കെ മ്യൂസിക് ടീച്ചേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണ്. മോളൊരു അല്ല, എനിക്ക് 2 അനിയന്മാരാണ്, ട്വിൻസ് ആണ്. ഒരു മോളാണ്, 2 അനിയന്മാരാണ്, ട്വിൻസ് ആണ്. അവരിപ്പം എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ഇപ്പം ആവുന്നു. അവര് പാട്ട് പഠിക്കോ? പഠിച്ചിട്ടുണ്ട്. അവര് മടിയന്മാരാണ്, പക്ഷെ നല്ലപോലെ പാടും. പക്ഷെ ആരുടെയും മുന്നിൽ നിന്ന് പാടില്ല, സ്വന്തമായിട്ട് മാത്രമേ പാടുള്ളൂ. സ്വന്തം മുറി. പിന്നെ കോളേജിലൊക്കെ അവര് പാടാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ താല്പര്യമുള്ളവരാണ് എല്ലാവരും ബേസിക്കലി. ഭയങ്കര അന്നേരം അളിയന്റെ മുമ്പിലൊന്നും പാടുകയില്ല? അയ്യോ, അതൊക്കെ കുറവാണ്. പിന്നെ ഞങ്ങളുടെ മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഒരു ഫംഗ്ഷനൊക്കെ കണ്ണൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം അവരെല്ലാരും ഭയങ്കര സജീവമായിട്ട് അടിച്ചു പൊളിച്ചു. അത് ശരി. ശരിക്കും ഒരു അതിലൂടെ മൊത്തം ഒരു പാട്ടായതുകൊണ്ടല്ലേ ഒരു ഫംഗ്ഷൻ ഒക്കെ കൂടുമ്പോ തന്നെ എല്ലാരും പാട്ടും ബഹളമായിരിക്കും. നല്ല രസമാണ്. പിന്നെ ഇവിടെയും ഒട്ടും മോശമല്ല. ഇവിടെ ഞങ്ങളുടെ ചാന്റെ വീട്ടിലാണെങ്കിലും അച്ഛനും എല്ലാവർക്കും നല്ല താല്പര്യം. ഇഷ്ടം. എനിക്ക് ജോബിന് കൂടുതൽ നാടൻ പാട്ടുകളോടാ കൂടുതൽ ഇഷ്ടം. ഒത്തിരി കേൾക്കും, ഇഷ്ടമാണ് കേൾക്കാൻ. പിന്നെ എല്ലാ ഓരോരുത്തരുടെ വോയിസ് കൾച്ചർ അങ്ങനെയാണല്ലോ. നമുക്കിപ്പം ഫോക്ക് പാടാൻ വലിയ എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ സൂഫി മ്യൂസിക് ഇല്ല, ഒത്തിരി സൂഫി മ്യൂസിക് കേൾക്കും. അപ്പം ആ ഒരു ജോണറിനോടൊരു താല്പര്യം കൂടുതലുണ്ട്. അപ്പോൾ അതും ഒരു തരത്തിൽ ഫോക്ക് റെൻഡറിങ് പോലത്തെയാണ്, ഹൈ പിച്ച്ഡ് റെൻഡേർഡ് സോങ്സ് ആണ്. പിന്നെ റാഫി സാബിൻ്റെ ഒക്കെ പാട്ടുകളൊക്കെ തന്നെയാണ് കൊച്ചിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിരുന്ന ഒരു ഇഷ്ടം. അപ്പം എനിക്ക് കോളമാണ് അവസ്ഥ. എനിക്കത് പ്രശ്നമില്ല. പ്ലീസ്. ചൗദവീ കാ ചാന്ദ് ഹോ या आफ़ताब हो, जो भी हो तुम खुदा की कसम लाजवाब हो, चौदहवीं का चांद हो या आफ़ताब हो,
जो भी हो तुम खुदा की कसम लाजवाब हो, 14वीं का चांद हो. എനിക്ക് മേലാട്ടോ. ശരിക്കും പ്രാക്ടീസിന് വേണ്ടി എത്ര സമയം മാറ്റും പെർ ഡേ? അങ്ങനെ അല്ല ചേച്ചി, രാവിലെ പോലെ തോന്നുന്ന പോലെ എന്തായാലും ഒരു പ്രാക്ടീസ് ചെയ്യാറുണ്ട് എവറി ഡേ. ചില ദിവസം ഈ പറഞ്ഞ പറ്റിയല്ല, അല്ല ചില എന്നാലും മിനിമം ആയിട്ട് ചെയ്യാറുണ്ട്. ഒരു ദിവസം ഇത്ര നേരമെങ്കിലും വേണം. അത്രയും വേണം. അല്ലെങ്കിൽ കിടക്കാൻ ഒരു സമാധാനം ഇല്ല. ഒരു ഹാബിറ്റിന്റെ പോലെ ആയിട്ടുണ്ട് എന്തായാലും. ഒരു നമുക്കൊരു കോൺഷ്യസ് എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്നിട്ടാലേ ദൈവം നമുക്ക് എന്തെങ്കിലും. ബേസിക്കലി സിനിമയിലൊക്കെ കാണുന്നതാണ് ഈ സാധകം ചെയ്യാൻ വെള്ളത്തിന്റെ ഇടയിൽ നിൽക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് നേരാന്നോ? ഓഫ് കോഴ്സ് അതിൽ എന്തെങ്കിലും കാര്യമില്ലാണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തെറ്റാണെങ്കിൽ ക്ഷമിക്കാൻ അറിയുന്നവരുണ്ടാവും. നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പാടുന്നത് ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷനാണ്. അത് തണുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിക്കും. വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണല്ലോ, നമുക്ക് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ യു സിങ് വെൽ, യു ക്യാൻ സിങ് വെൽ എനിവെയർ. ചിലപ്പോൾ ടഫസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ അതായിരിക്കാം ലോജിക്കുന്ന എനിക്ക് തോന്നുന്നു. ബോഡി ടെമ്പറേച്ചർ ഡിഫറെന്റ് വരും. അപ്പോൾ അത് പാടാൻ തന്നെ നമ്മളിപ്പോൾ ശ്രമിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ സമയത്ത് ശരിക്കും എന്നൊക്കെ ഒരു ശ്രുതി പിടിച്ച് പാടുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്, ടാങ്കിലൊക്കെ ചാടി നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. ഇറങ്ങിയിട്ട് നോക്കി അല്ല എന്തായാലും സംഭവം എന്താണ്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്യുന്നല്ല പറഞ്ഞു, റെഗുലറായിട്ട് ചെയ്യുന്നല്ല പറഞ്ഞു, ഞാൻ ചാടി പാടിയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ പോസിബിൾ? ജഗതി സാറിന്റെ യോധല സീൻ പോലെ ആയിപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം പഴയ ആൾക്കാരത് ശരി, അത് കറക്റ്റാണ് അവരുടെ രീതികളൊക്കെ. ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജോബ്, അങ്ങനെയൊക്കെ നമ്മള് പഴയ തലമുറക്കാർ ചെയ്ത കൂട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നല്ലേ കുറച്ചുകൂടെ? അവര് അതൊന്നും റേഞ്ച് പിടിക്കാനേ പറ്റാത്ത ലെവലാണ് അവരൊക്കെ. ഈവൻ സിംഗിങ് ലെവൽസ് ആയാലും പോയി ഞാൻ ഐ ഫീൽ ദേ ആർ ടു ഗുഡ് തോന്നാറുണ്ട്. നമുക്കൊക്കെ ഇന്ന് ഭാഗ്യമാണ്, അറ്റ്ലീസ്റ്റ് കുറച്ച് പാടാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഒരു എന്താ പഴയ രീതിക്ക് അത്രയൊന്നും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അതിന്റെ വിഷമവും കുറ്റബോധവും എനിക്കുണ്ട്. ബട്ട് എന്നാലും ചെയ്യാറുണ്ട്. ഇച്ചിരി ബെറ്റർ ആക്കണം. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നില്ല. എന്റെ പ്രാക്ടീസ് ഒന്നും ഇടയ്ക്കൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴും. അപ്പം മോൻ രാത്രിയാണ് പ്രാക്ടീസ് ഒക്കെ. അപ്പം മോൻ രാത്രി ഉറങ്ങുന്നതിനനുസരിച്ച് മോൻ ഉറങ്ങി കഴിഞ്ഞ അവൻ മിക്കവാറും ഉറങ്ങാൻ 10-12 മണിയാവും. പക്ഷെ അങ്ങനെയല്ല, അപ്പൊ അവനെയും പാട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനെ ഉറക്കാനായിട്ട് തന്നെ ചിലപ്പോൾ പുള്ളി ഉറങ്ങാൻ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പൊ 2 മണിക്കൂർ കണ്ടിന്യൂസ് നമുക്കൊരു പ്രാക്ടീസ് പോലെ തന്നെയാണ് പുള്ളിയുടെ കൂടെ പാടിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ പാട്ട് പഠിക്കുന്നുണ്ട് പാരലലി. അങ്ങനെ പഠിക്കുന്നുണ്ട്. എനിക്കൊന്ന് ആദ്യം കൂടുതലും താരാട്ട് പാട്ടൊക്കെ പാടിയായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. പുള്ളിക്ക് അതല്ല, പുള്ളിക്ക് ടേസ്റ്റ് ഒക്കെ വേറെ കുറച്ച് വ്യത്യാസമാണ്. ഫാസ്റ്റ് അല്ല, പുള്ളിനെ നമ്മൾ കുഞ്ഞിൽ തൊട്ട് നല്ല നല്ല സംഗീതങ്ങളൊക്കെ കേൾപ്പിക്കാൻ ഇങ്ങനെ ഒത്തിരി കേൾപ്പിക്കായിരുന്നു. അപ്പൊ പുള്ളിക്ക് നല്ലൊരു പ്ലേലിസ്റ്റ് ഒക്കെ തന്നെ പുള്ളി എപ്പോഴായിരുന്നു പിന്നെ താല്പര്യമാണ്. എന്തായാലും ജോബ് ഒരു കാര്യമുണ്ട്, റാഫിഡ് സാറിന്റെ നല്ലൊരു പാട്ട് ജോബ് പാടിയേ. എനിക്കിനി ആതിര ലതാ മങ്കേഷ്കർ മാമിന്റെ ഒരു കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പറയാൻ പാടില്ല എന്നൊക്കെ എല്ലാരും പറയും ഇവിടെ വരുന്നവര്, അത് ഗുരുത്വദോഷം എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും എന്റെ മോളെ എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ജീവനാ. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले. ഭയങ്കരമായിട്ട് ഞാൻ നിങ്ങളുടെ ഫാനായി മാറും കാരണം കേട്ടോ. രസയുടെ പാട് ടച്ച് വുഡ് ഈശ്വര അനുവദിച്ച് അങ്ങനെ തന്നെ വരട്ടെ.